ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ 3 സബ്മറൈനുകൾ പരിചയപ്പെടാം. അതിൽ അവസാനത്തെ സബ്മറൈൻ ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇതിൽ 3-ാം സ്ഥാനം ആസ്റ്യൂട്ട് ക്ലാസ് സബ്മറൈൻ UK. റോയൽ നേവിയുടെ അഭിമാനമായ ഈ ആണവ ശക്തിയുള്ള അന്തർവാഹിനിക്ക് 90 ദിവസം വരെ തുടർച്ചയായി സമുദ്രത്തിൽ മറഞ്ഞിരിക്കാൻ സാധിക്കും. 38 ടോർപിഡോകളും ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ഇതിന് 1600 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളെ വരെ ആക്രമിക്കാൻ സാധിക്കും. സമുദ്രത്തിൽ നിന്ന് സ്വന്തമായി ഓക്സിജനും ശുദ്ധജലവും ഉൽപ്പാദിപ്പിക്കാനും ഈ അന്തർവാഹിനിക്ക് കഴിയും. 2-ാം സ്ഥാനം US വിർജീനിയ ക്ലാസ് സബ്മറൈൻ. അമേരിക്കയുടെ ഏറ്റവും പുതിയ മൾട്ടി മിഷൻ സബ്മറൈൻ ആണിത്. വൈവിധ്യത്തിനും സ്റ്റെൽത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഇതിന് ടോർപിഡോകൾ, ടോമോഹോക്ക് മിസൈലുകൾ എന്നിവ വിക്ഷേപിക്കാൻ കഴിയും. കൂടാതെ ഒരു രഹസ്യ ലോക്കൌട്ട് ചേമ്പറിലൂടെ നേവി സീലുകളെ പോലും വിന്യസിക്കാൻ ഇവയ്ക്ക് കഴിയും. ശത്രുക്കൾക്ക് ഈ സബ്മറൈനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ നേവി വിദഗ്ധർ സമുദ്രത്തിലെ ബ്ലാക്ക് ഹോൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 1-ാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ 1-ാം സ്ഥാനം സീ വോൾട്ട് ക്ലാസ് സബ്മറൈൻ. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും നൂതനമായ അറ്റാക്ക് സബ്മറൈൻ ആണിത്. ഇവ ഓരോന്നിനും $3 ബില്യൺ വിലയുള്ളതിനാൽ 3 എണ്ണം മാത്രമേ നിലവിലുള്ളൂ. ചരിത്രത്തിലെ ഏതൊരു അന്തർവാഹിനിയേക്കാളും വേഗതയേറിയതും രഹസ്യമായി ഒളിച്ചിരിക്കാൻ കഴിയുന്നതും ശക്തവുമാണിത്. അങ്ങേയറ്റം ആഴങ്ങളിലേക്ക് മുങ്ങാനും 50 ടോർപിഡോകളോ മിസൈലുകളോ വരെ വിക്ഷേപിക്കാനും വളരെ നിശബ്ദമായി നീങ്ങാനും ഇവയ്ക്ക് കഴിയും. ഇവയുടെ സമാനതകളില്ലാത്ത വേഗതക്കും സാങ്കേതിക വിദ്യക്കും ഇപ്പോഴും സബ്മറൈനുകളുടെ ഫെരാരി എന്നിവയെ വിളിക്കുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.